കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ മറൈൻ ഫാൻറ്റസി വേൾഡിലോട്ട് പോവുകയാണ്. വേറെ ഒന്നുമില്ല, അവിടെ മത്സ്യകന്യയെ കാണാനാണ്. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് ട്രെൻഡ് ഇതാണ് കേട്ടോ, മത്സ്യകന്യയെ കാണാമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ വെറുതെ ഇത് എന്നെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കരുതി ഇത്രയും വൈബായിരിക്കും. സത്യം പറഞ്ഞാൽ കൊള്ളാം ഗേസ്, നിങ്ങൾ മസ്റ്റ് വാച്ചാണ്, അങ്ങനെ വേണം പറയാൻ. കാണാൻ അടിപൊളിയാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. എന്തോ ഒരു മീൻ കൂടിൻ്റെ അകത്ത് കിടന്ന അവസ്ഥയായിരുന്നു. നിറയെ മീനുണ്ട്. ഞാൻ കണ്ടിട്ട് പോലില്ല ഇത്രയും വലിയ മീനിനെയും ഇത്രയും മീൻ കുഞ്ഞുങ്ങളെയും. കളർ വ്യത്യാസം, പച്ച, ചുവപ്പ്, മഞ്ഞ എല്ലാ മീനും ഉണ്ട്. എൻ്റെ അമ്മ മീനിൻ്റെ വലുപ്പമൊക്കെ കാണും, ഒരു 5-6 കിലോയെങ്കിലും കാണും. സാധനം കൊള്ളാം, നല്ല അടിപൊളി മീനാണ്. കറിയൊന്നും വെച്ച് തിന്നാൻ പറ്റില്ല. ഇതൊക്കെ നമുക്കൊന്ന് കാണാൻ കൊള്ളാം, അങ്ങനത്തെ ഒരു മീനാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, ഫോട്ടോ എടുക്കാനായാലും എന്തിനായാലും സെറ്റ് സാധനമാണ്. എന്ത് വേറെ ലോകത്ത് പോയതുപോലെ എനിക്കത് കടലിൽ പോയ ഫീലായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ, എനിക്ക് അറിഞ്ഞുകൂടെ കടലിലുള്ള അത്ര മീൻ ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. നിറയെ പിന്നെ മീൻ മാത്രമല്ല ഗീസ്, പാമ്പുണ്ട്. വേണമെങ്കിൽ നമ്മളെ കഴുത്തിലിട്ട് തരും. പിന്നെ 3 ഫ്രണ്ട്സ് ഓന്തുണ്ട്, പാവമുണ്ട്, അതൊക്കെ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഈ മീനിൻ്റെ വലിപ്പം കൊണ്ട് എന്തൊരു വലിയ മീനാണെന്ന് പറയും. ഇതൊക്കെ കണ്ട് എൻ്റെ കണ്ണ് വള്ളി. പിന്നെ മത്സ്യകന്യയെ കണ്ട്, ഈ ചേച്ചി കാണാൻ വേണമെങ്കിലും പോകാം. അടിപൊളി ചേച്ചിയുടെ പാവം, നമുക്ക് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് തരും. കുറേ നേരം കൊണ്ട് വെള്ളത്തിൽ കിടക്കുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും പോസ് ചെയ്യുന്നു. എനിക്കിഷ്ടപ്പെട്ടു ഈ ചേച്ചിയെ, പാവം. പിന്നെ ചേച്ചി നിന്ന് തളർന്ന് നമുക്ക് കിടക്ക വരെ ചെയ്യുകയാണ്. പക്ഷേ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, കുറേ നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ ബിഗ് ബോസിലെ സ്പൈക്കുട്ടൻ ഇവിടെ ഉണ്ട് ഗീസ്. ഈ സാധനം അത്ര കാണുമ്പോൾ ചുമ്മാ നമ്മളൊന്ന് പേടിപ്പിക്കും കേട്ടോ. എന്നെ ചെറുതായിട്ടൊന്ന് വരട്ടി. പിന്നെ ഞാൻ ധൈര്യശാലിയാണ്, ഞാൻ അവിടെ നിന്ന്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇതിനെ, കുഴപ്പമില്ല, എന്നാലും ഓക്കെയാണ്. പിന്നെ അവിടെ കുറേ സാധനങ്ങളുണ്ട്, പലതോട്. പിന്നെ മുടി വളരെ എണ്ണയുണ്ട് ഗീസ്, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ആവശ്യമുള്ളത് വായിച്ചുക. പിന്നെ പലതരം അച്ചാറുണ്ട്, ഞാൻ കണ്ടിട്ട് പോലുമില്ല, എന്തൊക്കെയോ തരം അച്ചാറുകൾ. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ നമുക്കാണെങ്കിൽ 3 ബോൾ എറിഞ്ഞ ഗ്ലാസ് സമ്മാനം കിട്ടണം, ആ പരിപാടിയുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് ചായയും കുടിച്ച്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ട്രെൻഡാണ് പാവ് ബജി. ഞാൻ ഇത് കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടുള്ളവർ കൊള്ളാമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഞാൻ കഴിക്കും.